ബഹ്റൈനിൽ നടന്ന സ്വകാര്യ കബഡി ടൂർണമെന്റിൽ ഇന്ത്യൻ ഫ്രാഞ്ചൈസിയെ പ്രതിനിധീകരിച്ച് കളിച്ചതിന് പാകിസ്ഥാൻ കബഡി താരം ഉബൈദുള്ള രജ്പുതിന് പാകിസ്ഥാൻ കബഡി ഫെഡറേഷൻ അനിശ്ചിതകാല വിലക്ക് ഏർപ്പെടുത്തി. രാഷ്ട്രീയവും കായികവും തമ്മിലുള്ള അതിർവരമ്പുകൾ വീണ്ടും ചർച്ചയാകുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. സ്പോർട്സ് ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്ത പുറത്തുവന്നത് ശനിയാഴ്ച ചേർന്ന ഫെഡറേഷന്റെ അടിയന്തര യോഗത്തിന് ശേഷമാണ്. രാജ്യത്തെ കായിക നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്നാരോപിച്ചാണ് കരിയറിലെ തന്നെ ഏറ്റവും കടുത്ത നടപടിക്ക് താരം വിധേയനായിരിക്കുന്നത്. ഏതൊരു പാകിസ്ഥാൻ കായിക താരവും വിദേശ രാജ്യങ്ങളിൽ പോയി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുൻപായി ഫെഡറേഷനിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്നതാണ് ചട്ടം. എന്നാൽ ഉബൈദുള്ള ഈ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് PKF കണ്ടെത്തി. ഫെഡറേഷനിൽ നിന്നോ മറ്റ് ഔദ്യോഗിക അധികാരികളിൽ നിന്നോ യാതൊരുവിധ അനുമതിയും തേടാതെയാണ് താരം ബഹ്റൈനിലേക്ക് പറന്നത്. സ്വകാര്യ ടൂർണമെന്റ് ആണെങ്കിൽ പോലും ദേശീയ ഫെഡറേഷന്റെ അറിവില്ലാതെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് അച്ചടക്ക ലംഘനമായാണ് കണക്കാക്കുന്നത്. ടൂർണമെന്റിൽ ഒരു ഇന്ത്യൻ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ചു എന്നതിലുപരി മത്സര വിജയത്തിന് ശേഷം താരം ഇന്ത്യൻ പതാക വീശിയതാണ് പാക് അധികൃതരെ ചൊടിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സംഭവം വലിയ വിവാദമായി. ഇന്ത്യൻ പതാക കയ്യിലേന്തിയുള്ള ഉബൈദുള്ളയുടെ ചിത്രവും വീഡിയോകളും പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി. രാജ്യത്തിന്റെ അന്തസ്സിന് താരം മങ്ങലേൽപ്പിച്ചു എന്ന വാദമാണ് ഫെഡറേഷൻ ഉയർത്തുന്നത്. PKF സെക്രട്ടറി റാണ സർവാറാണ് വിലക്ക് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം നൽകിയത്. ഉബൈദുള്ളയുടെ പ്രവർത്തികൾ നിയമലംഘനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉബൈദുള്ള ഞങ്ങളോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ഒരു ഇന്ത്യൻ ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അറിഞ്ഞില്ലെന്ന താരത്തിന്റെ വാദം അംഗീകരിക്കാനാവില്ല എന്ന് റാണർ സർവർ വ്യക്തമാക്കി. തനിക്ക് പറ്റിയ തെറ്റിൽ ഉബൈദുള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിയമപരമായ നൂലാമാലകൾ കാരണം ഒരു ഇന്ത്യൻ ടീമിന് വേണ്ടിയാണ് താൻ കളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് താരം ഫെഡറേഷനെ അറിയിച്ചത്. എങ്കിലും NOC നിയമങ്ങൾ ലംഘിച്ചതിൽ താരത്തിന് ഒഴിവ് കഴിവുകൾ നൽകാൻ ഫെഡറേഷൻ തയ്യാറായില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സങ്കീർണതകൾ കൂടി പരിഗണിച്ചാണ് ഈ അടിയന്തര നടപടി. അനിശ്ചിതകാല വിലക്ക് താരത്തിന്റെ കരിയറിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. എങ്കിലും ഫെഡറേഷന്റെ അച്ചടക്ക സമിതിക്ക് മുൻപാകെ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ ഉബൈദുള്ളയ്ക്ക് അവകാശമുണ്ടെന്ന് സർവാർ സ്ഥിരീകരിച്ചു. അപ്പീൽ നൽകുന്ന പക്ഷം സമിതി കേസ് പുനഃപരിശോധിക്കും. താരത്തിന്റെ ക്ഷമാപണവും സാഹചര്യങ്ങളും കണക്കിലെടുത്ത വിലക്കിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ അറിയാം. കായിക താരങ്ങൾ വിദേശ ലീഗുകളിൽ പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ച് ഈ സംഭവം വലിയൊരു പാഠമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ-പാക് ബന്ധങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കായിക താരങ്ങളെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇതാദ്യമല്ല.